2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. ഏഷ്യൻ യോഗ്യതാ റൗണ്ടിലെ മൂന്നാം റൗണ്ടിൽ ബഹ്റൈനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ജപ്പാൻ യോഗ്യത നേടിയത്. ഇത് ജപ്പാന്റെ തുടർച്ചയായ 8ാം ലോകകപ്പ് പ്രവേശനമാണ്. ജപ്പാനിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതി ഗോൾ രഹിതമായി പിരിഞ്ഞുവെങ്കിലും രണ്ടാം പകുതിയിൽ ജപ്പാൻ ശക്തമായ ആക്രമണം അയച്ചുവിടുകയായിരുന്നു. നിരന്തരം ഷോട്ടുകൾ പായിച്ച ജപ്പാൻ 66ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ മുന്നേറ്റ താരം ഡെയ്ച്ചി കമാഡയുടെ ഗോളിൽ മുന്നിലെത്തി. തുടർന്ന് 87ാം മിനിറ്റിൽ ടക്കെഫുസ കൂബയിലൂടെ രണ്ടാം ഗോളും നേടി ജപ്പാൻ വിജയമുറപ്പിക്കുകയായിരുന്നു. പ്രീമിയർ ലീഗ് താരങ്ങളായ വതാരു എൻഡോയും കൗറവ് മിന്റോമയും ഉൾപ്പെടെ ജപ്പാന്റെ ശക്തമായ സ്ക്വാഡ് കളിയുടെ ഭൂരിഭാഗവും നിയന്ത്രിച്ചു. ഏഷ്യൻ യോഗ്യതാ റൗണ്ടിലെ മൂന്നാം റൗണ്ടിൽ ജപ്പാൻ മികച്ച ഫോമിലാണിപ്പോൾ. ബഹ്റൈനെതിരായ വിജയം ഇതുവരെ കളിച്ച 7 മത്സരങ്ങളിൽ അവരുടെ 6ാമത്തെ വിജയമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ മാത്രമാണ് അവർ സമനില വഴങ്ങിയത്. 19 പോയിന്റുമായി ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ് ജപ്പാൻ. ഇനി ലോകകപ്പ് യോഗ്യതയിൽ ജപ്പാന് 3 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ വിൻഡോയിൽ മാർച്ച് 25-ന് ജപ്പാൻ സൗദിയെ നേരിടും. ജൂണിൽ ഓസ്ട്രേലിയയ്ക്കും ഇന്തോനേഷ്യയ്ക്കും എതിരെയാണ് ജപ്പാന്റെ ബാക്കിയുള്ള മത്സരങ്ങൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.